ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മഴത്തോരു മുംബൈയിലെ ബാക്കി കഥ കേട്ടാലോ? അങ്ങനെ സ്റ്റാലിൻ ജോസഫും അപ്പച്ചനും അലീനയും കൂടി തോട്ടം കണ്ട് തിരികെ ബംഗ്ലാവിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. സ്റ്റാലിൻ പപ്പ ഓൾറെഡി കുറച്ച് ദേഷ്യത്തിലാണ്. സ്റ്റാൻലി തിരിച്ച് വീട്ടിലെത്തിയ ശേഷം അലീനയോട് ചോദിച്ചു, നിനക്ക് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു. ഇത് കേട്ട അപ്പച്ചൻ പറഞ്ഞു, പള്ളിയോ ബ്യൂട്ടി പാർലറോ അങ്ങനെ എവിടെയെങ്കിലും നിനക്ക് പോകണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു അപ്പച്ചൻ. പക്ഷേ നമ്മുടെ അലീന പറഞ്ഞത് ഓർഫണേജിക്ക് പോകണമെന്നാണ്. 2-3 ഓർഫണേജിൻ്റെ പേരും കൂടെ അവൾ എടുത്തു പറഞ്ഞു. അവിടെ പോവാം എന്നാണ് അവൾ പറഞ്ഞത്. ഇത് കേട്ടപ്പോൾ തന്നെ സ്റ്റാലിൻ ജോസഫിന് ദേഷ്യം വന്നു. അനാഥാലയത്തിൽ പോയി അവർക്ക് എന്തെങ്കിലും കൊടുക്കണമെന്നും അലീന പറഞ്ഞിരുന്നു. പക്ഷേ സ്റ്റാലിൻ ജോസഫിന് ഇതൊന്നും കേൾക്കാൻ തന്നെ താല്പര്യമില്ല. സ്റ്റാലിൻ ജോസഫ് അലീന കേൾക്കെ തന്നെ അപ്പച്ചനോട് പറഞ്ഞു, എസ്റ്റേറ്റ് കാണിച്ചത് അബദ്ധമായോ? ഇവൾക്ക് എത്ര വരുമാനം ഉണ്ടെന്ന് പറഞ്ഞതൊക്കെ അബദ്ധമായോ? ഇത് കേട്ടപ്പോൾ മുതലാണോ അലീനയ്ക്ക് ഇത്രയ്ക്ക് ദേഷ്യവും ഇതൊക്കെ വന്നതെന്ന് പറഞ്ഞു സ്റ്റാലിൻ ജോസഫ്. ഇത്രയും വരുമാനമുള്ളത് അറിഞ്ഞതുകൊണ്ടാണോ അലീന ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് സ്റ്റാലിൻ ജോസഫ് അപ്പച്ചനോട് ചോദിച്ചു. ഇത് കേട്ടപ്പോൾ അലീനയ്ക്കൊന്ന് വിഷമമായി. അപ്പോൾ അലീന പറയാണ്, 10-23 വർഷം തന്നെ നോക്കി വളർത്തിയത് അനാഥാലയമാണ്. അങ്ങനെ തനിക്കിപ്പോൾ ഒരു നല്ല കാലം വന്നപ്പോൾ അവിടെയുള്ള തൻ്റെ ആളുകളെ എല്ലാം മറക്കുന്നത് ശരിയല്ല എന്ന് അലീന പറയുന്നു. 10-23 വർഷം സ്റ്റാലിൻ ജോസഫിൻ്റെ മകളെ നോക്കി വളർത്തിയ അനാഥാലയത്തിന് ഒരു 10 അനാഥാലയങ്ങൾക്ക് 23 വർഷം വെച്ച് എന്തെങ്കിലും കൊടുക്കണമെന്ന് അലീന പറയുന്നു. അലീന പറയുന്നതൊന്നും ഇഷ്ടപ്പെടുന്നില്ല നമ്മുടെ സ്റ്റാലിൻ ജോസഫിന്. തനിക്കിതൊന്നും ഇഷ്ടപ്പെടുന്നില്ലെന്ന് അലീനയോട് പറഞ്ഞപ്പോൾ തന്നെ അലീന പറഞ്ഞു, അലീന പോവുകയാണ്, പാലായ്ക്ക് പോവാനുള്ള വണ്ടിക്കൂലി മാത്രം തരണം, താൻ പോവാനൊരുങ്ങുകയാണെന്ന് അലീന പറയുന്നു. ഇത് കേട്ടപ്പോൾ സ്റ്റാലിനിക്ക് വിഷമത്തോടെ പറഞ്ഞു, നീ പോവാൻ വേണ്ടിയല്ല നിന്നോട് പറഞ്ഞത്, പക്ഷെ നീ എന്തോ നെഗറ്റീവായിട്ടാണ് എടുക്കുന്നതെന്ന് സ്റ്റാലിൻ ജോസഫ് അലീനയോട് പറയുന്നു. പറഞ്ഞു വിടാൻ വേണ്ടിയല്ല തൻ്റെ മകളായി അലീനയെ കൊണ്ടുവന്നതെന്ന് സ്റ്റാൻലി അലീനയോട് പറയുകയാണ് ചെയ്യുന്നത്. പിന്നീടാണ് അനാഥാലയത്തിൻ്റെ കാര്യം പറഞ്ഞ് ഇരുവരും തമ്മിൽ പിണങ്ങുന്നത്. എന്തായാലും അനാഥാലയത്തിന് എന്തെങ്കിലും കൊടുക്കണമെന്ന് അലീന പറയുമ്പോൾ ആൻ്റപ്പനോട് പറയാനാണ് സ്റ്റാൻലി പറയുന്നത്. പക്ഷേ ഇത് കേട്ടപ്പോൾ തന്നെ അലീന പറഞ്ഞത് ആൻ്റപ്പനല്ല തൻ്റെ അപ്പ സ്റ്റാലിൻ ജോസഫ് ആണെന്നാണ് അലീന പറഞ്ഞത്. താൻ പറയുന്നതൊന്നും സ്റ്റാൻലി ജോസഫിന് തൻ്റെ അപ്പനെ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ താൻ പറഞ്ഞതെല്ലാം തിരിച്ചെടുത്തെന്ന് പറഞ്ഞ് അലീന വിഷമത്തോടെ നിൽക്കുമ്പോൾ നമ്മുടെ വല്യപ്പച്ചൻ, മോൾ പിണങ്ങിയോ? ഇതാണോ എൻ്റെ ചിന്നമ്മ? അയ്യേ, നീ വാ, ഒരു ചായ ഇട്ട് തരാം എന്ന് പറഞ്ഞ് അലീനയെ തോളിലൂടെ കൈയിട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ സീൻ അവിടെ അവസാനിക്കുകയാണ്. പിന്നെ സ്റ്റാൻലി തൻ്റെ റൂമിൽ ചെന്ന് മദ്യപിക്കുമ്പോൾ അപ്പച്ചൻ ആ റൂമിലേക്ക് കടന്നു വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ റൂമിൽ വെച്ച് അപ്പച്ചൻ അലീനയുടെ കാര്യം സംസാരിക്കുന്നു. സ്റ്റാൻലിയും അപ്പച്ചനും ഇതേപ്പറ്റി പറഞ്ഞ് അഭിപ്രായ വ്യത്യാസത്തിലാവുന്നുണ്ട്. അങ്ങനെ സ്റ്റാൻലി ജോസഫ് അപ്പനോട് ചോദിക്കുകയാണ്, അപ്പൻ്റെ ചിന്നമ്മയുടെ മുഖം വാടിയത് കൊണ്ടാണോ സന്ധ്യ സംഭാഷണത്തിന് വന്നത്? അല്ലാണ്ട് അപ്പച്ചന് തന്നോടുള്ള ഇഷ്ടം കൊണ്ട് വന്നതല്ലല്ലോ എന്ന് സ്റ്റാൻലി ജോസഫ് അപ്പച്ചനോട് ചോദിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സ്റ്റാൻലി ജോസഫ് അപ്പച്ചനോട് പറയാണ്, അലീന എന്ത് പറഞ്ഞാലും അനാഥാലയത്തെക്കുറിച്ച് എടുത്തിടുന്നത് തനിക്കൊരു അടി കിട്ടുന്ന പോലെയാണ്, അത് തനിക്ക് ഭയങ്കര ഇറിറ്റേറ്റ് ആവുകയാണ് ചെയ്യുന്നതെന്ന് സ്റ്റാൻലി ജോസഫ് അപ്പച്ചനോട് പറയുന്നു. അപ്പച്ചനെ എപ്പോഴും അലീനയെ സപ്പോർട്ട് ചെയ്താണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അപ്പച്ചൻ പറയാണ്, അലീനയുടെ മനസ്സ് വളരെ നല്ലതാണെന്ന്. പിന്നീട് പറയാണ്, അവളുടെ അപ്പച്ചൻ്റെ അടുത്തല്ലേ അവൾക്ക് അവളുടെ ആഗ്രഹം പറയാൻ പറ്റൂ എന്ന് പറഞ്ഞ് സ്റ്റാൻലിയോട് പറഞ്ഞ് അപ്പച്ചൻ അവിടെ നിന്ന് പോകുന്നു. ഇതേ സമയം വൈജയന്തിയുടെ വീട്ടിൽ വൈജയന്തി പുതിയൊരു വേലക്കാരിയെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ വീട്ടിലുണ്ടായിരുന്നത് ബബിതയും കൃഷ്ണമോളുമാണ്. കൃഷ്ണമോളെയും ബബിതയും വിളിച്ച് പുതിയ വേലക്കാരിയെ വൈജയന്തി പരിചയപ്പെടുത്തുന്നു. സുനിത എന്നാണ് ഇവളുടെ പേരെന്ന് പറയുന്നു. ഈ സമയത്താണ് നമ്മുടെ ബാലചന്ദ്രൻ കാറിൽ വരുന്നത്. വീട്ടിലെത്തി ബാലചന്ദ്രൻ ഇതാരാണെന്ന് ചോദിക്കുമ്പോൾ വൈജയന്തി പറയുന്നു പുതിയ വേലക്കാരിയാണെന്ന്. അപ്പോൾ ബാലചന്ദ്രൻ ബബിതയോട് ചോദിക്കുകയാണ്, ഇവിടെ ഒരു പുതിയ വേലക്കാരിയുടെ ആവശ്യമുണ്ടായിരുന്നോ മോളെന്ന് ചോദിക്കുമ്പോൾ ബബിത പറയാണ്, ഇല്ലായിരുന്നു വെച്ചാൽ അമ്മ വിളിച്ചു വരുത്തിയതാണ്. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നു, ഇതിൻ്റെ ശമ്പളം ആര് കൊടുക്കുന്നു? അപ്പോൾ വൈജയന്തി പറയാണ്, സുനിതയുടെ ശമ്പളം താൻ കൊടുത്തോളാമെന്ന്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നു, എവിടെ വരെ പോകുമെന്ന് നമുക്ക് നോക്കാം. അലീനയെ പറഞ്ഞയച്ച് പുതിയ വേലക്കാരിയെ വെച്ചത് അവർക്കാർക്കും ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെ അന്ന് രാത്രി എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാനിരിക്കുകയായിരുന്നു. അപ്പോൾ വൈജയന്തി
പുതിയ വേലക്കാരിയോട് പറഞ്ഞു ഭക്ഷണം വിളമ്പി കഴിഞ്ഞതിന് ശേഷം അവരുടെ കൂടെ ഇരിക്കാൻ. അത് ബാലചന്ദ്രനൊന്നും ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഉടനെ തന്നെ ബാലചന്ദ്രൻ അതിനെ എതിർത്തു. വൈജയന്തി സുനിതയോട് പറഞ്ഞു, ഇവിടെ ഞങ്ങളുടെ കൂടെ ഇരുന്ന് നീ നോക്കി നിൽക്കണ്ട, അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചോന്ന് പറഞ്ഞു. ഭക്ഷണം വിളമ്പുമ്പോൾ ബാലചന്ദ്രൻ പറഞ്ഞു, ഇതിനു മുന്നേ അലീനയെ നീ പുറത്ത് അടുക്കളയിൽ ഇരുത്തിയല്ലേ ഭക്ഷണം കൊടുത്തത്, ഇപ്പോൾ എന്താ ഇങ്ങനെയെന്ന് ചോദിക്കുന്നു. ഇവിടെ കുറേ മാറ്റങ്ങളൊക്കെ വരുത്തിയത് കൊണ്ടാണ് ഇപ്പോൾ ഇവളോട് ഇവിടെ കയറിയിരിക്കാൻ പറഞ്ഞതെന്ന് വൈജയന്തി പറയുന്നു. അലീന പോയതോടെ താൻ അതൊക്കെ എടുത്തൊഴിവാക്കിയെന്ന് ബാലചന്ദ്രനും പറയുന്നു. അപ്പോൾ വൈജയന്തി പറയാണ്, ബാലചന്ദ്രൻ കൊണ്ടുവന്ന വേലക്കാരി ആയതുകൊണ്ടാണോ അലീനയോട് അത്രയ്ക്ക് മമത? താൻ കൊണ്ടുവന്ന സുനിത ഇവിടെ ഇരിക്കണമെന്ന് വൈജയന്തി പറയുന്നു. അങ്ങനെയാണെങ്കിൽ താൻ പുതിയൊരു ടേബിളിലേക്ക് ഭക്ഷണം കഴിക്കുന്നത് മാറ്റുകയാണെന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ എഴുന്നേൽക്കുന്നു. അതിൻ്റെ പിറകെ മക്കളും എഴുന്നേൽക്കുന്നു. ഇതോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കഴിയുകയാണേ. കൂടുതൽ കഥ കേൾക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.